ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി റൈസ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. യൂട്യൂബിലൊക്കെ വൈറലായി, അടുത്തൊക്കെ ആയിട്ട് വൈറലായി കണ്ടുകൊണ്ടിരിക്കുന്ന യമനി മന്തി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പം ഞാൻ കാണിക്കാൻ കാരണം നമ്മൾ റമദാനിൽ തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ റൈസൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റമദാനിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇപ്പോൾ കാണിക്കുന്നത്. അതുമാത്രമല്ല, മറ്റ് റൈസിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് മന്തിയെ അപേക്ഷിച്ചൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റമദാനിൽ ഈ ഒരു യമനി മന്തി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതിൻ്റെ ഓരോ അളവും കൃത്യമായിട്ട് എടുത്ത് ഉണ്ടാക്കിയാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള യമനി മന്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ട് ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന റൈസിൽ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന അളവിൽ നേരെ ഇരട്ടിയായിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണങ്ങിയ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതോടൊപ്പം ഒരു 1/4 ടേബിൾ സ്പൂൺ പച്ചമല്ലി കൂടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എൻ്റെ മിക്സിയിൽ ഈ ഒരു കുരുമുളക് ഫൈനായിട്ട് പൊടിയില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഉപ്പിന് പകരം ചിക്കൻ സ്റ്റോക്ക് എടുത്താൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ സ്റ്റോക്ക് പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഉപ്പ് എടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ഒലിവ് ഓയിൽ നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ആ ഒരു മസാലയിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കാൻ നോക്കുക. എന്നിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ ചിക്കനിൽ ഓരോന്നിലും തേച്ച് പിടിപ്പിക്കുക. ഞാനിപ്പോൾ ഇവിടെ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് മസാല പെട്ടെന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഒന്ന് വരഞ്ഞ് വെക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ പീസായതുകൊണ്ട് വരഞ്ഞ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അല്പനേരം ഫ്രിഡ്ജിൽ വെക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒന്ന് അടച്ച് വെക്കുക. അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കുന്ന തലേ ദിവസം തന്നെ ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ബിരിയാണി പോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത് മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഞാനിതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ അതിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം, അല്ലെങ്കിൽ ഒരു വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. അത് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളകും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഉള്ളീൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് വഴറ്റി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ബേ ലീവ്സ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഡ്രൈ ലെമൺ, അതോടൊപ്പം ഒരു 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 3 ഗ്രാമ്പു, ഒരു 5-6 ഏലക്ക,
ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇവയൊക്കെയാണ് സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ സ്പൈസസിൻ്റെ കൂടെ ഒരു 1/4 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും കൂടി എടുക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ കാണിക്കാൻ മറന്നു പോയതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് അരിയാണ്, ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സെല്ല റൈസ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സോക്ക് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് നേരിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കാത്തതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് സിമ്മിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്നിങ്ങനെ വറുത്തെടുക്കുക. ഇപ്പം ഞാനിവിടെ 2-3 മിനിറ്റ് ഈ അരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും 1.5 കപ്പ് മാത്രം എടുക്കാൻ നോക്കുക. അപ്പോഴേ നമുക്ക് ഈ മന്തിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന വിട്ട് നിൽക്കുന്ന റൈസ് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കുറച്ച് വേവുള്ള അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വെന്തിട്ടുള്ള റൈസാണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 കപ്പും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി വേവ് കുറവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മളിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതിങ്ങനെ അടച്ച് വെക്കുക. അപ്പോൾ അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതിങ്ങനെ അടച്ച് വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ എയറൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ തന്നെ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. 2 അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ചിക്കൻ വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ 2 അലുമിനിയം ഫോയിൽ വെക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നടുഭാഗം നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ നടുഭാഗം കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 അലുമിനിയം ഫോയിൽ ഇങ്ങനെ വെക്കുന്നത്. ഇനി നിങ്ങളെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടും ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ തട്ടിൽ ചിക്കനും അങ്ങനെ വെച്ചിട്ട് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. കുറച്ച് അധികം തന്നെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ റൈസിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നിറയെ ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് പരത്തി വെച്ച് കൊടുക്കാം. ചിക്കൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിലും കൂടി വെച്ചിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കണം. റൈസിൽ ആവിയൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ടൈറ്റൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ അടപ്പ് വെച്ച് മൂടി കൊടുക്കാൻ. ഇനി എല്ലാം ഇത് ഒന്ന് ടൈറ്റാക്കി അടപ്പ് വെച്ച് മൂടി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം 40 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ബാക്കി 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തുറന്ന് നോക്കിയാൽ ഏറെ ബെറ്ററാണ്. അല്ല നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തുറന്ന് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ കറക്റ്റ് 40 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ കറക്റ്റ് നല്ല വേവായി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ചിക്കൻ വേവാത്ത കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഈ ചിക്കൻ്റെ മസാലയുടെ ഫ്ലേവറും ആ ഒരു ചിക്കൻ്റെ നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആ ഒരു ഹോൾസിലൂടെ റൈസിലോട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അലുമിനിയം ഫോയിൽ ചിക്കൻ്റെ മസാലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസിലോട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും റൈസൊക്കെ നല്ല പാകത്തെ വേവാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലരും മന്തി ഉണ്ടാക്കുമ്പോൾ പലരും പറയാറുണ്ട് ഈ ഒരു മന്തി പരസ്പരം റൈസൊക്കെ ഒട്ടിപ്പിടിച്ച് വേവേറിയത് ആണ് കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് വേവായിട്ട് തന്നെ നമുക്ക് കിട്ടും, ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ റൈസൊക്കെ വേറിട്ട് നിന്ന് പാകത്തെ വേവുമായിട്ട് തന്നെ റൈസ് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ചാർക്കോൾ വെച്ചിട്ട് പുകച്ചെടുക്കണം. അത് ആരും സ്കിപ്പ് ചെയ്യാതെ അങ്ങനെ ചാർക്കോൾ വെച്ചിട്ട് തീർച്ചയായിട്ടും പുകച്ചെടുക്കണം കേട്ടോ. ഫസ്റ്റ് ഈ ഒരു റൈസിൻ്റെ മസാലയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് പുകച്ച് വെച്ചിട്ട് ആ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ടൈറ്റൻ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവേറുന്നവരും റൈസൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ച് കിട്ടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി റെഡിയാക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊന്ന് പുകച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ചാർക്കോളും കൂടി കത്തിച്ചിട്ട് ആ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ടൈറ്റൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പുകച്ചെടുക്കുമ്പോൾ ഒരു 2-3-4 പച്ചമുളകും കൂടി ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് പുകച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ റൈസ് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് ഇത് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ റൈസ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇത് തുറക്കുമ്പോൾ. ഇനിയിപ്പോൾ ആ ഒരു ചാർക്കോളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ചിക്കനൊക്കെ ഒരു സൈഡ് ഭാഗത്തേക്ക് നീക്കിയിട്ട് ഒരു ഭാഗത്തു നിന്ന് റൈസും ചിക്കനും അങ്ങനെ എടുത്താൽ മതി. കാരണം ഇത് നമ്മൾ റൈസ് ഫസ്റ്റ് തന്നെ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി റൈസ് ഒന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാകത്തെ വേവായിട്ടുള്ള റൈസ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് കുറച്ച് നന്നായിട്ട് വേവേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കപ്പ് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി വേവ് കുറവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള യമനി മന്തിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ആളുകൾ ഈ റൈസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതൊന്ന് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നോമ്പിന് എല്ലാവരും ഈ ഒരു റൈസ് തീർച്ചയായിട്ടും ഉണ്ടാക്കാതിരിക്കരുത്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. വല്ല ഫങ്ഷനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലൊക്കെ വരികയുള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.